മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51 സങ്കീർത്തനം 2 തിരുവാക്യം. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. സങ്കീർത്തകനും രാജാവുമായ ദാവീദ് ഹൃദയം തകർന്ന് കർത്താവിനോട് ഏറ്റുപറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ സകല പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. നുറുങ്ങിയ ഹൃദയത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ തകർച്ചകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ എന്തുമാവട്ടെ, എല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ കത്തിപ്പടരുന്ന സമയം. ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുന്നു. നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് സകല ഭാരങ്ങളെ വിട്ടുകളഞ്ഞ് ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ശുദ്ധീകരിക്കുന്ന അഗ്നിയായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശദേശാന്തരങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. പതിനായിരങ്ങളിൽ നിറയണമേ. Come Holy Spirit. വരിക പരിശുദ്ധാത്മാവേ. കരങ്ങൾ അടിച്ച് അഭിഷേക നിറവോടെ നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കുകയാണ്. We worship Lord. We worship Jesus. Hallelujah. ആത്മാവേ വരിക പരിശുദ്ധാത്മാവേ. ആയിരങ്ങളെ പരിശുദ്ധാത്മ സ്പർശിക്കുന്ന സമയം എല്ലാ നിയോഗങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ, എന്നെ രക്ഷിച്ചരുളണമേ. ലോകത്തിന് എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും, സാത്താന്റെ എല്ലാവിധ ആധിപത്യങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. Come Jesus. Hallelujah. കരങ്ങൾ ഉയർത്തി അടിച്ച്, യേശുവിൻ തിരുനിണമേ, എന്നെ ലഹരിയിൽ ആഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ, എന്നെ നിത്യം കഴുകണമേ. കർത്താവേ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എല്ലാ ബന്ധനക്കെട്ടുകളെയും പൊട്ടിക്കണമേ. കുടുംബങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ബ്ലെസ് ലോർഡ്. എന്നെ നിത്യം കഴുകണമേ. എല്ലാവരും ചേർന്ന് എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവേ ഞങ്ങളെ സൗഖ്യമാക്കണമേ.
എന്നെ ശുദ്ധീകരിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ നമ്മളെ ശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരങ്ങൾ ഉയർത്തി ഞങ്ങളെ ആശീർവദിക്കണമേ. സകലവിധ പാപക്കറകളിൽ നിന്നും, അശുദ്ധിയുടെ സ്വാധീനങ്ങളിൽ നിന്നും, മ്ലേച്ഛതയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. കർത്താവിന്റെ ചോരയെ ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ പരിചയെ ഞങ്ങളെ പ്രതിരോധിക്കണമേ. കർത്താവിന്റെ തേജസ്സെ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് പ്രത്യാശ പകരണമേ. ജീവിത വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങളിൽ പുതിയ വഴികൾ തുറന്നു കൊടുക്കണമേ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവേ, നിന്റെ കരുത്തുറ്റ കരങ്ങൾ ഉയർത്തി നിന്റെ ജനത്തെ ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴയാൽ ഞങ്ങളെല്ലാം നിറയപ്പെടട്ടെ. താങ്ക് യു, താങ്ക് യു ജീസസ്. കരുണയുടെ അമ്മയായ പരിശുദ്ധ കനികാ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതകളാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കളും നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. നവംബർ മാസം മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായി തിരുസഭ നിർദ്ദേശിച്ചിട്ടുള്ള മാസമാണ്. നമ്മിൽ അനേകർ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളെക്കുറിച്ച് ഇന്ന് അനേകർക്ക് ഒരുപാട് വിഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്. അത് വെറും കെട്ടുകഥകളാണ്, മിഥ്യാ സങ്കല്പങ്ങളാണ്, അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങളൊന്നും ഇല്ല, അതെല്ലാം മതത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളാണെന്നൊക്കെ ധരിക്കുന്ന അനേകം മനുഷ്യരെ ഈ കാലഘട്ടത്തിലുണ്ട്. എന്തിന്? സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ അത് വെറും മനുഷ്യന്റെ ഭാവന സൃഷ്ടിയാണെന്ന് കരുതുന്ന പല വിശ്വാസികളും ഇന്ന് സഭയിലുണ്ട്. ഇത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കും. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മുടെ പണി, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ഏത് തരത്തിലുള്ളതാണെന്ന് നിത്യതയിൽ അഗ്നി വെളിവാക്കും. ആർക്കും ഒന്നും മറച്ചു വയ്ക്കാൻ സാധ്യമല്ല. അഗ്നി അത് വെളിപ്പെടുത്തും. ആരുടെയെല്ലാം പണി നിലനിൽക്കുന്നുവോ അവർ സമ്മാനിതരാകും. ആരുടെയെല്ലാം പണി അഗ്നിക്കിരയാകുന്നുവോ അവരെല്ലാം നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും വളരെ പ്രത്യാശപൂർവമായൊരു കാര്യം അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും. എന്താണ് ഈ അഗ്നിയിലൂടെ എന്നവണ്ണം? അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശനമാണ്. പല ബൈബിൾ പണ്ഡിതന്മാരും വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന
കർത്താവിൻ്റെ തിരുവെഴുത്താണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ അതാരുടെയും കണ്ടുപിടുത്തമല്ല. നമ്മുടെ കർത്താവിൻ്റെ ശക്തമായ പ്രബോധനമാണ് സ്വർഗനരക ശുദ്ധീകരണ സ്ഥലം. അപ്പോസ്തലന്മാരുടെ പഠനങ്ങളിലും ഉയർന്നു നിൽക്കുന്നത് ഇതേ സത്യം തന്നെയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുക, ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുക. ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്തെന്ന് നമ്മൾ ആദ്യം അറിയണം. കത്തോലിക്ക സഭയുടെ മതബോധനം 1030 ഖണ്ഡികയിൽ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരായെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ആരാണ് ശുദ്ധീകരണാത്മാക്കള്? 3 കാര്യങ്ങൾ പ്രത്യേകമായി സഭ എടുത്തു പറയുകയാണ്. ഒന്നാമതായി, ദൈവത്തിന്റെ കൃപാവരത്തിൽ മരിച്ചുപോയ ആത്മാക്കള്. രണ്ടാമതായി, ദൈവവുമായി സൗഹൃദത്തിൽ മരിച്ചുപോയ ആത്മാക്കള്. മൂന്നാമത്, പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെടാത്ത ആത്മാക്കൾ. എന്നാൽ ഇവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കള് ഒരു ദിവസം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളത് അത് വലിയൊരു സത്യമാണ്. അതാണ് സഭ പറയുന്നത്, ഇവരെല്ലാം നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദം ലഭ്യമാകുവാനുള്ള ആ പരിപൂർണമായ വിശുദ്ധീകരണം ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതിനായി അന്തിമ ശുദ്ധീകരണത്തിലൂടെ ഈ ആത്മാക്കൾ കടന്നു പോവുകയാണ്. ഈ ഫൈനൽ പ്യൂരിഫിക്കേഷനെ സഭ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം. കർത്താവിൻ്റെ തിരുവചനങ്ങളിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 29-ാമത്തെ തിരുവാക്യം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വളരെ ഷാർപ്പായ ഒരു തിരുവാക്യമാണിത്. ഞാൻ ഈ വചനം വായിച്ച് അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കർത്താവ് ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നി. എന്താണ് ഈ വചനം നമുക്ക് തരുന്ന നിർദ്ദേശം? എല്ലാ പാപങ്ങളിൽ നിന്നും, സകല അശുദ്ധികളിൽ നിന്നും, മ്ലേച്ഛകരമായ എല്ലാ അടിമത്തങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് നമ്മുടെ കർത്താവ്. യൂദാസിൽ എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വചനം. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏതാണ് ഈ അഗ്നി? ഈ അഗ്നിയിൽ അകപ്പെട്ടവരാരാ? അത് ശുദ്ധീകരണാത്മാക്കളാണ്. നമുക്കറിയാം, സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് പിന്നെ നമ്മുടെ പ്രാർത്ഥനയും ഒന്നും ആവശ്യമില്ല. കാരണം അവർ കർത്താവിൻ്റെ നിത്യമായ മഹത്വത്തിലാണ്. നരകത്തിൽ പ്രവേശിച്ച ആത്മാക്കൾക്ക് പിന്നെ ഒരിക്കലും നിത്യരക്ഷയുടെ അനുഭവമില്ല. അവർ നിത്യത മുഴുവൻ ആ നരകാഗ്നിയിൽ തന്നെയാണ്. അപ്പോൾ അപ്പോസ്തലൻ യൂദാസ് എന്തിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്? ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ശുദ്ധീകരണ സ്ഥലം ഒരു കെട്ടുകഥയല്ല. അത് കർത്താവിൻ്റെ ഏറ്റവും വലിയ കരുണയുടെ അടയാളമാണ്. ശുദ്ധീകരണ സ്ഥലം ഇല്ലെങ്കിൽ ഇന്ന് അനേകം ആത്മാക്കള് നിത്യനരകത്തിൽ വിധിക്കുമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ മഹാകരുണയാൽ ഒരു അന്തിമമായ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മൾക്കാർക്കും സ്വർഗം നഷ്ടമാകാതിരിക്കാൻ വേണ്ടി കർത്താവ് ഈ അന്തിമമായ ശുദ്ധീകരണം ഒരുക്കി വെച്ചിരിക്കുകയാണ്. സഭാപിതാക്കന്മാർ ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിക്കുന്നത്? തിരുസഭ കണ്ടതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ ഒരു സഭാ പണ്ഡിതനായിരുന്നു
വിശുദ്ധനായ അഗസ്തീനോസ്. സെന്റ് അഗസ്റ്റിന്റെ വാക്കുകൾ എന്താണ് ഇതിനെക്കുറിച്ച്? ശുദ്ധീകരണ അഗ്നി ജീവിതത്തിൽ മനുഷ്യൻ സഹിക്കുന്ന എല്ലാ അഗ്നികളെക്കാളും അതികഠിനമായിരിക്കും. വിശുദ്ധനായ അഗസ്തീനോസ് വലിയ ജ്ഞാനിയായിരുന്നു. സെന്റ് അഗസ്റ്റീൻ സഭാമക്കളോട് പറയാ, ശുദ്ധീകരണ അഗ്നി ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ സഹിക്കുന്ന സകല അഗ്നികളെക്കാളും അതികഠിനമായിരിക്കും, അത് ഭയങ്കരമായിരിക്കും. മഹാനായ വിശുദ്ധനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ, ദൈവദാസന്മാരുടെ ദാസൻ എന്ന മാർപ്പാപ്പയെ ആദ്യമായി വിശേഷിപ്പിച്ചത് വിശുദ്ധനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ എന്താണ് നമ്മോട് പറയുന്നത്? ചെറിയ തെറ്റുകൾക്കായി വിശുദ്ധീകരണം ലഭിക്കുവാൻ വിധി ദിനത്തിന് മുൻപ് ശുദ്ധീകരണ അഗ്നിയിലൂടെ നമ്മളെല്ലാം കടന്നു പോകേണ്ടി വരുമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊക്കെ ഒരു അന്തിമ ശുദ്ധീകരണം ആവശ്യമാണെന്ന് നാം വിശ്വസിക്കണമെന്ന് മഹാനായ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പ ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധനായിരുന്നു വിശുദ്ധനായ പേതരേപ്പിയോ. ശുദ്ധീകരണ ആത്മാക്കളുമായി നല്ല ബന്ധം വിശുദ്ധനുണ്ടായിരുന്നു. വിശുദ്ധനായ പേതരേപ്പിയെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളിൽ പങ്കെടുത്ത് അനേകം ശുദ്ധീകരണ ആത്മാക്കൾ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധനായ പേതരേപ്പിയുടെ വിശ്വസ്തനായ ഒരു അനുയായിയായിരുന്നു ബ്രദർ മോഡസ്റ്റീനോ. ഒരിക്കലും സന്ധ്യാസമയത്ത് ബ്രദർ മോഡസ്റ്റീനോ പേതരേപ്പിയോട് ചോദിച്ചു, അച്ഛാ, ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നിയെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത്? ഈ ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധനായ പേതരേപ്പിയോ പറഞ്ഞ ഉത്തരം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവിടുത്തെ അഗ്നി ഉപേക്ഷിച്ച് ഭൂമിയിലുള്ള ഏറ്റവും വലിയ അഗ്നിയിലേക്ക് പോകുവാൻ കർത്താവ് അനുവാദം കൊടുത്താൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നത് പോലെയായിരിക്കും അത്. എന്താണ് അതിനർത്ഥം? ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി അതികഠിനമാണ്, അത് ഭയങ്കരമായ അഗ്നിയാണ്. നമ്മൾ ഭയപ്പെടുവാനല്ല, ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കുവാനാണ് കർത്താവ് ഈ ദൂത് നമ്മെ കേൾപ്പിക്കുന്നത്. പാപങ്ങളെ വിട്ടുകളഞ്ഞ് ലോകമോഹങ്ങളെ വിട്ടുപേക്ഷിച്ച് കർത്താവിന് യോഗ്യമായ നിത്യതയെ പ്രത്യാശ വെച്ചുകൊണ്ടുള്ള വിശുദ്ധ ജീവിതം ഞാനും നിങ്ങളും നയിക്കുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 27 വാക്യം നമ്മൾ ആരും ഈ വചനം മറന്നു പോകരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറേണ്ട തിരുവാക്യമാണിത്. എന്താ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അശുദ്ധിയും കപടതയും കൗടില്യമുള്ള ആരും അതിൽ കടക്കുകയില്ല. ഈ വചനത്തിൽ നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എങ്കിൽ നമുക്ക് ഇതുപോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ വചനം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് ഒരു അന്തിമമായ ശുദ്ധീകരണം കർത്താവിന്റെ മഹാകരുണയാൽ നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഈ സത്യം തിരിച്ചറിഞ്ഞ് സമരസഭയിൽ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരണ ആത്മാക്കളെ നന്നായി സ്നേഹിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ സഹനങ്ങളാണ്, നമ്മുടെ പരിത്യാഗങ്ങളാണ് അവർക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രധാനപ്പെട്ട വഴി. ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എനിക്ക് ആദ്യ നാളുകളിൽ ശുദ്ധീകരണ ആത്മാക്കളെ കുറിച്ച് വലിയ ബോധ്യങ്ങളൊന്നുമില്ലായിരുന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്.
ആഴത്തിലുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. കർത്താവ് ചില അനുഭവങ്ങളിലൂടെ വ്യക്തമായി ഈ നിത്യസത്യം എന്നെ പഠിപ്പിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അവിടെ വലിയൊരു കുഴൽക്കിണർ ഇങ്ങനെ കുത്തുകയാണ്. കർത്താവിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ചാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുഴൽക്കിണർ അവിടെ അടിക്കുകയാണ്. ഏകദേശം 400 അടി താഴ്ത്തിയിട്ടും ഈ പാറപ്പൊടി ഇങ്ങനെ തൂളി വരാന്നല്ലാതെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം അവിടെ കാണുന്നില്ല. കുഴൽക്കിണർ അടിക്കാൻ വന്ന ജോലിക്കാർ പറഞ്ഞു, ഇവിടെ ഇനി വെള്ളം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട, വിരിച്ച പാറയാണ് ഇവിടെ, ഒരു തുള്ളി വെള്ളം ഇവിടെ കിട്ടത്തില്ലെന്ന് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തി. ഈ സമയത്ത് ഞാനൊരു ശുശ്രൂഷയിൽ യാത്രയിലാണ്. ഓഫീസിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ വിളിച്ചു, ബ്രദർ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ആ കുഴൽക്കിണർ അടിച്ചതാണ്. പക്ഷെ അതിന് ജോലിക്കാർ പറയുന്നു, ഇവിടെ വിരിച്ച പാറയാണ്, ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല, ഞങ്ങൾ ഈ പണി ഇവിടെ നിർത്താൻ പോവാണെന്ന്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നിമിഷം പെട്ടെന്ന് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ചോദിച്ചു, കർത്താവേ, എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തമായി എൻ്റെ ആത്മാവിൽ ഞാനൊരു ശബ്ദം കേൾക്കുക, ശുദ്ധീകരണാത്മാക്കളുടെ സഹായം തേടുക. ഈ വിഷയം, ഈ നിയോഗം ശുദ്ധീകരണാത്മാക്കളോട് പറയുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിൽ എൻ്റെ സഹോദര ആത്മാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹനബലികളോട് ചേർന്ന് ഞാൻ ഈ നിയോഗം കാഴ്ചവെക്കുകയാണ്. നിങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞ് അല്പസമയം യേശു നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മണിക്കൂറുകളൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. 2 മിനിറ്റേ കഴിഞ്ഞുള്ളൂ, വെറും 2 മിനിറ്റ്. എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. ഓഫീസിൽ നിന്ന് പ്രദേശ് വിളിച്ചവർ പറഞ്ഞു, ബ്രദർ, കർത്താവ് വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നു. വെള്ളം താഴെ നിന്ന് ചീറ്റി അടിച്ച് മുകളിലേക്ക് വന്നു. സമൃദ്ധമായ വെള്ളമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു വലിയ വിജയം തന്നിരിക്കുന്നു. പെട്ടെന്ന് അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കർത്താവിൻ്റെ ആലോചന, ശുദ്ധീകരണാത്മാക്കളെ സഹായം തേടുക. ഈ വിഷയം ശുദ്ധീകരണാത്മാക്കളോട് പറയുക. ഇതുപോലെ പല അനുഭവങ്ങൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ശുദ്ധീകരണ സ്ഥലവും ശുദ്ധീകരണ ആത്മാക്കളും കെട്ടുകഥകളല്ല, അത് മനുഷ്യന്റെ ഭാവന സൃഷ്ടികളല്ല, അതൊരു നിത്യസത്യമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ എങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഒന്നാമതായി, വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബലിയർപ്പണത്തിലൂടെ അനേകം ആത്മാക്കള് സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ദിവസവും അനുദിനം വിശുദ്ധ കുർബാനയിൽ പ്രത്യേക ഒരു പ്രധാന നിയോഗം ശുദ്ധീകരണ ആത്മാക്കൾക്ക്. നിങ്ങൾ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, അവിടുത്തെ തിരുബലിയുടെ അനന്തമായ യോഗ്യതകളോട് ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ അനേകം ആത്മാക്കളാണ് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം കിട്ടുന്നത്. രണ്ടാമത്, നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച്, അമ്മ കരുണയുടെ അമ്മയാണ്, ശുദ്ധീകരണ ആത്മാക്കളുടെ അമ്മയാണ്, രാജ്ഞിയാണ് പരിശുദ്ധ മറിയം. അമ്മയുടെ അഭിഷേക കരങ്ങൾ പിടിച്ച് ധാരാളം ജപമാല ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നമ്മുടെ കുടുംബ വൃക്ഷത്തെ കർത്താവ് സുഖപ്പെടുത്തും. ഫാമിലി ട്രീക്ക് ഹീലിംഗ് ഉണ്ടാകും. നമ്മുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും. വർഷങ്ങളായി നമ്മൾ കാണുന്ന പല തകർച്ചകള്, പരാജയങ്ങള്, വിട്ടുമാറാത്ത രോഗങ്ങള്, പ്രതിസന്ധികള്, ഇതിലെല്ലാം ശക്തമായ ദൈവിക ഇടപെടലുകള് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ശ്രീ മരിയ ഭവിഷ്യനി കർത്താവ് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തിന് ദർശനങ്ങൾ അനേകം വിശുദ്ധ കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധയായ മരിയ ഫൗസ്റ്റീന, വിശുദ്ധ ജത്രൂത്ത്, വിശുദ്ധയായ മാർഗരറ്റ് മേരി അലക്കോക്ക്, വാഴ്ത്തപ്പെട്ട
മറിയം ത്രേസ്യ, വിശുദ്ധനായ പേദ്രേ പിയോ, വിശുദ്ധനായ ഡോൺ ബോസ്കോ, വിശുദ്ധനായ ജോൺ മരിയ വിയാനി, ഇങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾക്ക് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള വലിയ വലിയ ദർശനങ്ങൾ കർത്താവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു, കരുണയിലേക്ക് ശുദ്ധീകരണ ആത്മാക്കളെ സമർപ്പിക്കുക. അപ്പോൾ ധാരാളം കരുണക്കൊന്ത ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കൾ കർത്താവ് അവരെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ധാരാളം കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രാർത്ഥനയാണ് വിശുദ്ധ ജത്രൂത്തിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. സാധിക്കും നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന എഴുതിയെടുക്കണം. ഇനി ആർക്കെങ്കിലും എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ആ പ്രാർത്ഥന എഴുതിയെടുക്കണം. അറിയാവുന്നവർ കൂടുതൽ 10 പ്രാവശ്യം, 20 പ്രാവശ്യം, 50 പ്രാവശ്യം, 100 പ്രാവശ്യം ഒക്കെ ചൊല്ലി ചൊല്ലി ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കുകയാണ്. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ള സകല പാപികൾക്ക് വേണ്ടിയും അങ്ങേക്കു ഞാൻ കാഴ്ചവെക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതിയെടുത്ത് എല്ലാ ദിവസവും പല പ്രാവശ്യമായി ഇത് ചൊല്ലി പ്രാർത്ഥിക്കണം. ഓരോ പ്രാവശ്യവും വിശ്വാസത്തോടെ നമ്മളിത് ചൊല്ലുമ്പോൾ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കർത്താവ് നിത്യ സൗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു നിമിഷം നമ്മളെല്ലാവരും മുട്ടുകുത്തി വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഗാനരൂപത്തിൽ ഈ പ്രാർത്ഥന പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം നിറയട്ടെ. നമ്മുടെ കൂട്ടായ്മകളിൽ അഭിഷേക ശക്തി നിറയട്ടെ. വിജയ സഭയിലെയും സമരസഭയിലെയും സകല സഭയിലെയും ആത്മാക്കൾ ഒരുമിച്ച് കൂടുകയാണ്. ആ പുണ്യന്മാരുടെ ഐക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരേ കൂട്ടായ്മയിൽ ഈ വരികൾ പാടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നിത്യനാകും ദൈവമേ, തൻ പുത്രനും എൻ കർത്തനും ഏകരക്ഷകനുമാകും യേശു ക്രിസ്തുവിൻ രക്തം ഇന്ന് ലോകമെങ്ങും അർപ്പിച്ചിടും ബലികളും ചേർത്ത് ശുദ്ധീകരണ ആത്മാക്കൾക്കും ലോകത്തിലെ പാപികൾക്കും തിരുസഭയിലും കുടുംബത്തിലും തലമുറയിലുള്ള സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. സകല പാപികൾക്കായി ദാസരിത കാഴ്ചവെക്കുന്നു. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി തുടർന്നുള്ള ദിനങ്ങളിൽ ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ അനുദിന സഹനങ്ങൾ കാഴ്ചവെച്ച് പരിശുദ്ധ കുർബാന അവർ പ്രത്യേകമായി ഓർത്ത് ജപമാല ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി അതുപോലെ തന്നെ സഭ നമുക്ക് നൽകിയിരിക്കുന്ന മറ്റു പ്രാർത്ഥനകളെല്ലാം അവർക്കായി കാഴ്ചവെച്ച് ധാരാളം ആത്മാക്കളെ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതൊരു ശുശ്രൂഷയായി നമ്മളെല്ലാം സ്വീകരിക്കണം. അനേകരോട് നിങ്ങൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയണം. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകരോട് നിങ്ങൾ ആവശ്യപ്പെടണം. അതിലൂടെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ദേശങ്ങളും നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗത്തെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹൃദയപരമാർത്ഥതയോടെ ജീവിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി
നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ